Hi students, this is our second lecture from microprocessors and microcontrollers subject. We are currently dealing with module 1 topics. This is the basic functional block diagram of a microprocessor. It includes an ALU, flag register, timing and control unit, register array, instruction decoding unit and PC or IP means program counter or instruction pointer. അതുപോലെ തന്നെ ഇതിൽ ഒരു കൺട്രോൾ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്. ഡാറ്റ ബസ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ ടു ആൻഡ് ഫ്രം ദി മൈക്രോ പ്രൊസസ്സർ ആൻഡ് മെമ്മറി, and control bus is used to transfer the control signals generated from the timing and control unit, and address bus is used to transfer address from program counterലേക്ക് ഉള്ള അഡ്രസ്സുകൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ അഡ്രസ് ബസ്സുകൾ യൂസ് ചെയ്യുന്നത്. സോ ഓരോ യൂണിറ്റിനും ഓരോരോ ടാസ്കുകൾ പെർഫോം ചെയ്യാനുണ്ട്. ALU എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് ആണ്. അപ്പോൾ എല്ലാ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസും എവിടെയാണ് പെർഫോം ചെയ്യുക. ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALU പെർഫോം ചെയ്യുന്ന ഓരോ ഓപ്പറേഷൻസിൻ്റെയും റിസൾട്ടിനെ ബേസ് ചെയ്ത് ഓരോ സ്റ്റാറ്റസ് ബിറ്റുകളിലേക്ക് സ്റ്റോർ ചെയ്യും. അതിൻ്റെ വേരിയസ് കണ്ടീഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനാണ് ഫ്ലാഗ് രജിസ്റ്റർ ഹെൽപ്പ് ചെയ്യുക. രജിസ്റ്റർ അറേ എന്ന് പറയുന്നത് മൈക്രോ പ്രൊസസ്സറിൻ്റെ ഇൻസൈഡിലുള്ള ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് ഏരിയയാണ്. അത് ALUയിലേക്കുള്ള ഇൻപുട്ടിനെ സ്റ്റോർ ചെയ്യും, ALUയിൽ നിന്നുള്ള ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബൈനറി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ രജിസ്റ്റർ അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. PC ഓർ IP പ്രോഗ്രാം കൗണ്ടർ ഓർ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് വെച്ചാൽ ഓരോ ഇൻസ്ട്രക്ഷനിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ് പ്രോഗ്രാം കൗണ്ടർ. ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഫെച്ച് ചെയ്തിരിക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും കോഡിനെ ഡീകോഡ് ചെയ്ത് അതെന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ALUവിനെ ഇൻഫോം ചെയ്യുന്നതിനാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് യൂണിറ്റുകളെ യൂസ് ചെയ്യുന്നത്. ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിലുള്ള എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യാനുള്ള ടൈമിംഗ് സിഗ്നൽസും കൺട്രോൾ സിഗ്നൽസും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇത്രയാണ് ഒരു മൈക്രോ പ്രൊസസ്സറിൻ്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 8086 മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ രജിസ്റ്റർ ഓർഗനൈസേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 1978 ഇന്റലാണ് ഈ പർട്ടിക്കുലർ മൈക്രോ പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്തത്. ഇത് 3rd ജനറേഷൻ പ്രൊസസ്സേഴ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ 16-bit മൈക്രോ പ്രൊസസ്സർ. ഇനി ഇതിൻ്റെ അഡ്രസ് ബസ് 20 ബിറ്റ് ആയിരിക്കും, ഡാറ്റാ ബസ് 16 ബിറ്റ് ആയിരിക്കും. അതുപോലെ ഇതിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് 1 MB ആണ്, 1 MB മെമ്മറി സ്പേസ് ആണ്. ഇനി ഇതിലത്തെ എല്ലാ രജിസ്റ്റേഴ്സും 16 ബിറ്റ് ആയിരിക്കും. അതിന് നമുക്ക് 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആക്കി വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ IC എന്ന് പറയുന്നത് ഒരു 40 പിൻ IC ആണ്. ഇതിൻ്റെ രജിസ്റ്റർ ഓർഗനൈസേഷനാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. 8086 മെയിനായിട്ട് 4 ടൈപ്പ് രജിസ്റ്റേഴ്സാണ് ഉള്ളത്. 1 is ജനറൽ ഡാറ്റ രജിസ്റ്റേഴ്സ്, 2nd is സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, 3rd is ഫ്ലാഗ് രജിസ്റ്റർ ആൻഡ് ദ ലാസ്റ്റ് is പോയിൻറ്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. ഇത് ഓരോന്നും ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ജനറൽ പർപ്പസ് അല്ലെങ്കിൽ ജനറൽ ഡാറ്റ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണ് ഉള്ളത്. AX, BX, CX ആൻഡ് DX. AX എന്ന് പറയുന്നത് 16 ബിറ്റ് അക്യുമുലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. അക്യുമുലേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിലുള്ള ഓപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിനുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ഒരു 16 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഇതിൻ്റെ ലോവർ ഓർഡർ 8 ബിറ്റിനെ നമുക്ക് AL അതൊരു 8 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അക്യുമുലേറ്ററിൻ്റെ ലോവർ ബിറ്റ് ആയിട്ടുള്ള 8 രജിസ്റ്റർ. അതുപോലെ തന്നെ ഹയർ ഓർഡർ 8 ബിറ്റിന് നമുക്ക് AH എന്ന് നെയിം ചെയ്ത് ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇതിനെ 16 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാം. BX എന്ന് പറയുന്നത് നെക്സ്റ്റ് രജിസ്റ്റർ, അതിനെ നമുക്ക് 16 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ BL BH എന്ന് പറയുന്ന 2 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാം. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് അഡ്രസ്സിങ് മോഡുകളുടെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓഫ്സെറ്റ് BXലായിരിക്കും സ്റ്റോർ ചെയ്യുക. BX ഒരു ബേസ് രജിസ്റ്റർ പോലെ വർക്ക് ചെയ്യും. ബേസ് രജിസ്റ്ററിലുള്ള ഓഫ്സെറ്റ് വാല്യൂ അത് ഓരോ അഡ്രസ്സിങ് മോഡിലുള്ള വാല്യൂയും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഫിസിക്കൽ അഡ്രസ്സ് ഫോം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ബേസ് രജിസ്റ്റർ ആയിട്ടാണ് BX വർക്ക് ചെയ്യുന്നത്. CX എന്ന് പറയുന്നത് സ്ട്രിങ് അല്ലെങ്കിൽ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസിലെല്ലാം ഡിഫോൾട്ട് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഡി എക്സ് എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററാണ്. ഇംപ്ലിസിറ്റ് ഓപ്പറൻറ്റിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡി എക്സ് രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യാം. ഇത് 4 ജനറൽ ഡാറ്റ രജിസ്റ്റേഴ്സാണ്. ഡാറ്റാസിനെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുക. ഈ 16 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. ഇതിൽ എ എക്സും ബി എക്സും നമുക്ക് വേണമെങ്കിൽ 8 ബിറ്റ് രജിസ്റ്റേഴ്സായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്? 8086ൻ്റെ ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി 1 MB ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ 1 MB മെമ്മറി സ്പേസിനെ 16 ലോജിക്കൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റും 64 KB മെമ്മറീനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റുകളായിട്ട് ഡീൽ ചെയ്യുന്നതിനാണ് പ്രൊസസ്സർ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ. അതിൽ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിലത്തെ കോഡ് സെഗ്മെൻറ്റ് മെമ്മറി ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ആക്ച്വൽ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ആയിരിക്കും ഈ മെമ്മറിയിലത്തെ കോഡ് സെഗ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടേക്ക് പോയിൻ്റ് ചെയ്യാൻ, ആ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ, അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലായിരിക്കും. ഇതൊരു 16 ബിറ്റ് രജിസ്റ്ററാണ്. ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ, അതായത് പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ റെഫർ ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഈ കോഡ് സെഗ്മെൻറ്റിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമ്മളെ പോയിൻ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു അഡ്രസ്സ് കീപ്പ് ചെയ്യുന്ന രജിസ്റ്ററാണ് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ. രണ്ടാമത്തെ ടൈപ്പാണ് ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ. ഇത് പോയിൻ്റ് ചെയ്യുന്നത് മെമ്മറിയിലത്തെ ഡാറ്റ സെഗ്മെൻറ്റ് ഏരിയയിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ആക്ച്വൽ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇനി പ്രൊസസ്സർ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ AX, BX, CX, DX പോലെയുള്ള ജനറൽ ഡാറ്റ രജിസ്റ്റേഴ്സും ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്ന സോഴ്സ് ഇൻഡെക്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന രജിസ്റ്റേഴ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഡാറ്റ സെഗ്മെൻറ്റിലാണെന്നാണ് പ്രൊസസ്സറിൻ്റെ അസംഷൻ. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ. ഇതും പ്രോഗ്രാം ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മളെ പോയിൻ്റ് ചെയ്യിക്കുക. ഇനി എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DI രജിസ്റ്ററിൻ്റെ റെഫറൻസുകളായിരിക്കും. ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടൻറ്റുകളെയാണ് ഈ എക്സ്ട്രാ സെഗ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അത് മെയിൻലി സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലാണ് നമ്മൾ എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിലേക്ക് റെഫർ ചെയ്യുക. അതിൻ്റെ അഡ്രസ്സ് നോക്കുക. ഇനി സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ പോയിൻ്റ് ചെയ്യുന്നത് പ്രോഗ്രാം സ്റ്റാക്കിലേക്കാണ്. ഒരു 16 ബിറ്റ് രജിസ്റ്ററാണ്. ഇതിൽ നമ്മുടെ സ്റ്റാക്ക് എവിടെയാണ്, പ്രോഗ്രാമിലുള്ള മെമ്മറിയിലുള്ള സ്റ്റാക്ക് എവിടെയാണോ ഉള്ളതെന്നുള്ള അതിൻ്റെ അഡ്രസ്സായിരിക്കും ഇത് കീപ്പ് ചെയ്യുക. അപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ, ബേസ് പോയിൻ്റർ പോലുള്ള രജിസ്റ്റേഴ്സ് ഈ സ്റ്റാക്ക് സെഗ്മെൻറ്റിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഓരോ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സും എവിടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. മെമ്മറിയിലത്തെ കോഡ് സെഗ്മെൻ്റ് ആണെങ്കിൽ ആക്ച്വൽ പ്രോഗ്രാം കോഡിലേക്ക് റെഫർ ചെയ്യും. ഡാറ്റ സെഗ്മെൻ്റ് ആണെങ്കിൽ ഡാറ്റ രജിസ്റ്റർ. 2 ടൈപ്പ് ഉണ്ട്. ഡാറ്റ S1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൻ്റെ ഏരിയയാണ്. എക്സ്ട്രാ സെഗ്മെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് സ്ട്രിങ് മാനിപ്പുലേഷനിലുള്ള ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൻ്റെ പോർഷനിലേക്കാണ്. അതുപോലെ സ്റ്റാക്ക് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് രജിസ്റ്റർ പോയിൻ്റ് ചെയ്യുന്നത് മെമ്മറിയിലത്തെ പ്രോഗ്രാം സ്റ്റാക്ക് എവിടെയാണ്, അതിൻ്റെ എന്താ പറയുക, സ്റ്റാക്ക് പോയിൻ്ററിൽ അല്ലെങ്കിൽ ബേസ് പോയിൻ്ററിലെയൊക്കെ ഡാറ്റാസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്കായിരിക്കും സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ പോയിൻ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലാഗ് രജിസ്റ്റർ. ALU പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ റിസൾട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് 8086 ഒരു 16 ബിറ്റ് ഫ്ലാഗ് രജിസ്റ്ററിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് അല്ലെങ്കിൽ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് നമുക്ക് വിളിക്കാം. ഈ 8086 ഫ്ലാഗ് രജിസ്റ്ററിന് 2 പാർട്ടുണ്ട്. ഒരു കണ്ടീഷണൽ ഫ്ലാഗ് സെക്ഷനും ഉണ്ട്, അതുപോലെ കൺട്രോൾ ഫ്ലാഗ് സെക്ഷനും ഉണ്ട്. കണ്ടീഷണൽ ഫ്ലാഗ് സെക്ഷൻ്റെ അണ്ടറിൽ ഒരു 6 ടൈപ്പ് ഓഫ് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ കൺട്രോൾ ഫ്ലാഗിൽ ഒരു 3 ടൈപ്പ്. അങ്ങനെ ടോട്ടലി നമുക്കൊരു 9 ടൈപ്പ് ഓഫ് ഫ്ലാഗുകളാണ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 16 ബിറ്റാണ്. അപ്പോൾ ഓരോ ബിറ്റുകൾ, ഈ 9 ബിറ്റ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ബിറ്റുകൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെയാണ് ക്യാരി ഫ്ലാഗ്.
ക്യാരി ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓവർഫ്ലോ കണ്ടീഷൻ, ഒരു അൺസൈൻഡ് ഇൻറ്റിജർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഇതിൽ ഓവർഫ്ലോ കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിലാണ് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുക. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെർഫോം ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ALU ഒരു ക്യാരി അല്ലെങ്കിൽ ബോറോ ലോവർ നിബിൾ, നമ്മൾ 8-bit ഡാറ്റയുടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ലോവർ നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഓർഡർ 4 ബിറ്റ്സും ഹയർ നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ ഓർഡർ 4 ബിറ്റ്സും ആണ്. അപ്പോൾ ലോവർ നിബിളിൽ നിന്ന് അപ്പർ നിബിളിലേക്ക് എന്തെങ്കിലും ക്യാരിയോ ബോറോയോ ഒക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ആവുക. അപ്പോൾ ക്യാരി ഗിവൺ ബൈ D3 ബിറ്റ് ടു D4 ബിറ്റ് അങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് ലോവർ നിബിളിൽ നിന്ന് ഹയർ ഓർഡർ നിബിളിലേക്ക് എന്തെങ്കിലും ക്യാരി അല്ലെങ്കിൽ ബോറോ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിലാണ് ഈ പെർട്ടിക്കുലർ ഫ്ലാഗ് സെറ്റ് ആവുക. സീറോ ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിത്തമാറ്റിക് ഒരു ലോജിക്കൽ ഓപ്പറേഷൻ്റെ റിസൾട്ട് 0 ആണെങ്കിൽ ഇത് സെറ്റ് ആവും, ഇല്ലെങ്കിൽ സീറോ ഫ്ലാഗ് റീസെറ്റ് ആവും. നെക്സ്റ്റ് വരുന്നതാണ് പാരിറ്റി ഫ്ലാഗ്. നമ്മുടെ റിസൾട്ടിൻ്റെ പാരിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് പാരിറ്റി ഫ്ലാഗ് യൂസ് ചെയ്യുക. അതായത് റിസൾട്ട് കണ്ടെയ്ൻ ചെയ്യുന്നത് ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ, ലോവർ ഓർഡറിലുള്ള 8 ബിറ്റിൽ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവും. ഇനി ഓഡ് നമ്പർ ഓഫ് 1 ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് റീസെറ്റ് ആവും. അപ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ പാരിറ്റി ഈവൻ ആണോ ഓഡാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരിറ്റി ഫ്ലാഗ് യൂസ് ചെയ്യുക. ഇനി സൈൻ ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ റിസൾട്ട് സം ചെയ്തപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് സൈൻ ഫ്ലാഗ് യൂസ് ചെയ്യുക. സൈൻ ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ MSB ബിറ്റ്, അതാണ് നമ്മുടെ സൈൻ നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൽ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ സൈൻ ഫ്ലാഗ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. കാരണം നമ്മുടെ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നാണ് അതിൽ നിന്ന് ഐഡൻറ്റിഫൈഡ് ആവുന്നത്. നെക്സ്റ്റ് ഈസ് ഓവർഫ്ലോ ഫ്ലാഗ്. സൈൻഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓവർഫ്ലോ കണ്ടീഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഓവർഫ്ലോ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ട്രാപ്പ് ഫ്ലാഗ്. ഈ ട്രാപ്പ് ഫ്ലാഗും ഇൻട്രപ്റ്റ് ഫ്ലാഗും ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്നത് കൺട്രോൾ ഫ്ലാഗുകളാണ്. അതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത 6 എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫ്ലാഗുകളാണ്. ഇപ്പോൾ ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ മോഡ് സിംഗിൾ സ്റ്റെപ്പ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ട്രാപ്പ് ഫ്ലാഗ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ് മോഡിലേക്ക് കൺവേർട്ട് ആവും. രണ്ടാമത്തെ ഇൻട്രപ്റ്റ് ഫ്ലാഗ്. ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് വെച്ചാൽ ഇതിനെ എനേബിൾ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യിപ്പിക്കാം. നമ്മുടെ 8086 മാസ്കബിൾ ഇൻട്രപ്റ്റുകളൊക്കെ എനേബിൾ ആണെങ്കിൽ ഇത് സെറ്റ് ആവും, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ഫ്ലാഗ് റീസെറ്റ് ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഫ്ലാഗ് ആണ്. സ്ട്രിങ് ഓപ്പറേഷനിലാണ് ഈ ഡയറക്ഷൻ ഫ്ലാഗ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് സെറ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് ബൈറ്റ്സ് ഹയർ മെമ്മറി അഡ്രസ്സിൽ നിന്ന് ലോവർ മെമ്മറി അഡ്രസ്സിലേക്കാണ് ആക്സസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ആവും. ഇനി ലോവർ മെമ്മറി അഡ്രസ്സിൽ നിന്ന് ഹയർ മെമ്മറി അഡ്രസ്സിലേക്കാണ് സ്ട്രിങ് ബൈറ്റ്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് റീസെറ്റ് ആവും. അപ്പോൾ സ്ട്രിങ് ഓപ്പറേഷൻസിൽ മാത്രമാണ് നമ്മൾ ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്ന ഫ്ലാഗിനെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഫ്ലാഗ് രജിസ്റ്ററിൽ വരുന്ന ഓരോ ഫ്ലാഗുകൾ. അപ്പോൾ ഓരോ ഫ്ലാഗ് എന്ന് പറയുന്നത് ഓരോ ബിറ്റാണ്. അതൊന്നില്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും, റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ALU ഓപ്പറേഷൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് മെയിൻലി നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. നെക്സ്റ്റ് വരുന്നതാണ് പോയിൻറ്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റർ. 4th ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ 8086 ആണിത്. അതിൽ പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് പോയിൻ്റർ രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ, സെക്കൻഡ് വൺ ഈസ് ബേസ് പോയിൻ്റർ ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റാക്ക് പോയിൻ്റർ. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ്, ഇതൊക്കെ ഓരോ സെഗ്മെൻറ്റ് ഓഫ്സെറ്റുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ 3 പോയിൻറ്റേഴ്സും യൂസ് ചെയ്യുക. കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൽ കണ്ടെയ്ൻ ചെയ്യുക. ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റാണ് ബേസ് പോയിൻ്ററിൽ ഉണ്ടാവുക. അതുപോലെ സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് ആയിരിക്കും സ്റ്റാക്ക് പോയിൻ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ 2 ടൈപ്പാണ് ഉള്ളത്. സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററും ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററും ഉണ്ട്. ഇത് രണ്ടും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുക. ഇനി ഇവരുടെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഡാറ്റയുടെ നമ്മുടെ ഡാറ്റ സെഗ്മെൻറ്റിലുള്ള സോഴ്സിൻ്റെ ഓഫ്സെറ്റിനെ സ്റ്റോർ ചെയ്യാനാണ് സോഴ്സ് ഇൻഡെക്സ് യൂസ് ചെയ്യുക. അതുപോലെ എക്സ്ട്രാ സെഗ്മെൻറ്റിലോ ഡാറ്റ സെഗ്മെൻറ്റിലോ ഉള്ള ഡെസ്റ്റിനേഷൻ്റെ ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്യാനാണ് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻലി നമ്മൾ സ്ട്രിങ് മാനിപ്പുലേഷൻ്റെ കേസസിലാണ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക.
അപ്പം അങ്ങനെ 4 ടൈപ്പ് രജിസ്റ്റേഴ്സാണ് 8086 അപ്പോൾ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഫസ്റ്റ് വൺ ഈസ് ജനറൽ ഡാറ്റ രജിസ്റ്റേഴ്സ് ആയിരുന്നു. അതിൽ AX, BX, CX, DX എന്ന് പറഞ്ഞാൽ 4 16-bit രജിസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഉണ്ട്. കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ. ദെൻ ഫ്ലാഗ് രജിസ്റ്റർ, അതിൽ 9 കണ്ടീഷണൽ ഫ്ലാഗുകളുണ്ട്, അതുപോലെ കൺട്രോൾ ഫ്ലാഗുകളുണ്ട്. 6 കണ്ടീഷണൽ ഫ്ലാഗ്സ് ആൻഡ് 3 കൺട്രോൾ ഫ്ലാഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Then last is pointers and index registers. Okay, that's all about this video. Thank you for watching.